വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു തൻ്റെ അമ്മയായ മറിയത്തെക്കുറിച്ച് അവസാനം പറയുന്ന വാക്യമാണ് ഇതാ നിന്റെ അമ്മ എന്ന്. മനുഷ്യർക്കായി തൻ്റെ ജീവനും ജീവിതവും അവസാനത്തുള്ളി രക്തം പോലും നൽകിയ യേശു അവസാനമായി നൽകുന്നത് സ്വന്തം അമ്മയെ തന്നെയാണ്. ശിഷ്യനായ യോഹന്നാൻ വരാനിരിക്കുന്ന എല്ലാ ക്രിസ്തു ശിഷ്യന്മാരുടെയും പ്രതീകമാണ്. യോഹന്നാന്റെ കൈകളിലേക്ക് പരിശുദ്ധ മറിയത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ യേശു തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും കൈകളിലേക്ക് പരിശുദ്ധ മാതാവിനെ അമ്മയായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ചിന്തകൾ തോൽക്കുന്ന ഇടങ്ങളിലും തീരുമാനങ്ങൾ പാളുന്ന നിമിഷങ്ങളിലും കണക്ക് കൂട്ടലുകൾ പിഴയ്ക്കുന്ന ഇടങ്ങളിലും തോറ്റുപോകരുത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇനി വിടമുണ്ട്, കാത്തിരിക്കുക. സെഹിയോൻ ഊട്ടിശാലയിൽ മറിയം പ്രാർത്ഥിച്ചു കാത്തിരുന്നത് പോലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ ഈ ജപമാല മാസം കൃപ നൽകട്ടെ. ഈ 31 ദിവസവും ഈ ചെറിയ ചിന്തകൾ കേൾക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും ദൈവം കൃപയാൽ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.